ഹലോ, ഞാനൊരു ഹലോ പറഞ്ഞപ്പോൾ തന്നെ ആരോ ഇവിടെ വണ്ടി വിളിച്ചു വന്ന് ഹലോ പറയുന്നു. രാത്രിയിലെ കുറേ സാഹസികങ്ങളാണിത്. രാവിലെ ഗ്യാസ് തീർന്നതുകൊണ്ട് വേറൊരു വീട്ടിൽ താഴെ അടിയുന്നൊരു വീട്ടിൽ നിന്ന് ഗ്യാസ് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഇച്ചിരി ചീര പറിച്ച് ക്യാരറ്റ് മേടിച്ച് അത് തോനെ ഇരുന്നതുകൊണ്ട് അതും ചീരയും ക്യാരറ്റും കൂടെ തോരൻ വയ്ക്കുകയാണ്. ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് ചീരയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് തോരവും വെച്ച് പിന്നീട് അരി അടുപ്പിട്ടിട്ടുണ്ട്. അരി അടുപ്പി കിടക്കുന്നത് അതിപ്പോൾ വേവും. രാവിലെ ഗ്യാസില്ലാഞ്ഞതുകൊണ്ട് അതൊന്നും വെക്കാൻ പറ്റിയില്ല. പിന്നെന്തരാ, ഞാനിവിടെ വന്നപ്പോൾ മൊത്തം കോലാഹലങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിൽ 6 ഓട്ടമുണ്ട്. ഞാൻ വന്ന വഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ദുരിതം. ഈ ഗ്യാസ് കുറ്റി കൊണ്ടുവന്ന കഥയാണെങ്കിൽ ഭയങ്കര കഥയാണ്. കുറേ സ്ഥലം വഴി പൊളിഞ്ഞ് കിടപ്പുണ്ട്. അവിടെ അത്രയും സ്ഥലം താഴെ വണ്ടി വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഗ്യാസ് കുറ്റി ഇറക്കി ഞാൻ ഉരുട്ടി ഈ പൊളിഞ്ഞിടം കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നാണ് ഞാൻ ഗ്യാസ് കുറ്റി വീണ്ടും വണ്ടി കയറ്റി കൊണ്ടുവന്നത്. അങ്ങനെ ഇച്ചിരി സവാളയും കൂടെ അരിഞ്ഞിട്ട് ഇത് കണ്ടോ, അടുപ്പിൽ മണ്ണെണ്ണയ്ക്ക് പകരം തന്നെത്താനെ എന്തോ കത്തി വന്ന് തീ കത്തി പോവുകയാണ്. ഇതുവരെ ഗ്യാസ് എടുത്ത് കണക്ട് ചെയ്യട്ട്. തോരനും ഉണ്ടാക്കി ഒരു മുട്ടയും പൊരിക്കാം. മഴ തകർത്ത് കിടന്ന് പെയ്യാണ്, തോരുന്നേ ഇല്ല. വെളിയിൽ പോയി 2 പച്ചമുളക് കുറച്ചുകൊണ്ട് വന്ന് കാന്താരി ഇട്ട് ചമ്മന്തി അരയ്ക്കാം. ഈ തോരന് ചതയ്ക്കുന്നതിനകത്ത് ഇച്ചിരി ഇടാം എന്ന് വിചാരിച്ച്. രാത്രി എനിക്കാണെങ്കിൽ പട്ടി ഇഷ്ടംപോലെ പണി തന്നു. അതിൻ്റെ കൂടെ ആരൊക്കെയോ വിരുന്നുകാർ വന്നിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ നണ്ട ഇങ്ങനെ എങ്ങനെയാണോ എന്തോ ഈ ജീവി നടന്ന് പോകുന്നത്, അതിശയമുണ്ട്. അങ്ങനെ തോരൻ റെഡിയായി. പിന്നെ ഞാനപ്പോഴത്തേനും കുറേ ഇങ്ങനെ പെരക്കകത്ത് കുറേ കല്ലൊക്കെ പറക്കിക്കൊണ്ട് വന്ന് കാത്തിരിക്കുകയാണ്. മുട്ട പൊരിക്കട്ടെ. മുട്ട പൊരിച്ച് കാത്തിരിക്കുന്ന ആരെയാണെന്നറിയണ്ടേ. ഞാനാണെങ്കിൽ എവിടെ പോയാലും പട്ടികളെ കാണുമ്പോഴത്തേനും അതിൻ്റെ വീഡിയോകൾ ഇങ്ങനെ എടുക്കും. എൻ്റെ യൂട്യൂബിൽ 2-3 പ്രാവശ്യം പട്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതറിഞ്ഞുകൊണ്ടാണോ എന്തോ പട്ടി നാട്ടിൽ കിടന്ന ചപ്പും ചവറും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ താമസം. അങ്ങനെ മുട്ട പൊരിച്ചതും ചോറും ചമ്മന്തിയൊക്കെ റെഡിയായി. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. പട്ടി വന്നില്ല. രാവിലെ എണീച്ച് ഞാൻ മുറ്റമൊക്കെ തൂത്തുവരി. ഭയങ്കര മഴ. കടയിൽ പോകണം, പക്ഷേ ഈ മഴ തോരുന്നതേ ഇല്ല. അങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്നിരുന്ന് ഞാനൊരു പാറ്റാക്കുളി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആൾക്കാർ പറയും പാറ്റാക്കുളി ഇട്ടാൽ പട്ടി വരില്ല. ഇത് കണ്ടോ, എൻ്റെ ഷാളാണ് പുതിയത്. നല്ല രാത്രി പട്ടി പണി തന്നതാണ് എനിക്ക്. പിന്നെ ഇച്ചിരി പൊന്നാങ്കണ്ണി ചീരയൊക്കെ പറിച്ച് ഇത് വേറൊരാൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്കല്ല കേട്ടോ. എപ്പോഴും ചീര കാണിച്ചാൽ നമ്മൾ